JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ജൂനിയർ ക്ലർക്ക്, ഈ തസ്തികകളിലേക്കാണ് നിരവധി ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏജിനെ സംബന്ധിച്ച് മറ്റ് PSC ഏജ് ലിമിറ്റിനെ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറിയിലേക്കുള്ള ഏജ് ലിമിറ്റ് 18 to 40 ആണ് ഇവിടെ ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. EWSന് ഇവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. PSCയിൽ സംവരണം ഉണ്ടെങ്കിലും ഏജ് റിലാക്സേഷൻ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എന്നാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് നടത്തുന്ന പരീക്ഷകൾക്ക് EWSന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 43 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് EWS കാറ്റഗറി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ OBCക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 43 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ SC/STക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് SC/ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 50 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ വിധവകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഏജിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റിയ ഏജ് 18 to 36 അല്ല. ജനറൽ കാറ്റഗറി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് 18 to 40 ആണ്. EWSന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ OBCക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വിധവകൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഏജിനെ സംബന്ധിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2/7/2024 കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ സൈറ്റിൽ cscb.gov.in എന്ന് പറയുന്ന സൈറ്റിൽ വൺ ടൈം PSC പോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമാണ് പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ സെക്രട്ടറി തസ്തികകളിലേക്ക് 2 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് 7 ഒഴിവുകളാണ് ഉള്ളത്. ജൂനിയർ ക്ലർക്കിന്റെ 190 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് 4 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് 4 ഒഴിവുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്കും അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികകളിലേക്കൊക്കെ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ക്ലാസ്സുകളെല്ലാം തന്നെ ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ യോഗ്യതയെ സംബന്ധിച്ചുള്ള വിശദമായ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ 2/7/2024 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ അപേക്ഷ അവസാനം വരെ നോക്കിയിരിക്കാതെ ഉടൻ തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും റാങ്ക് ലിസ്റ്റ് വരാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.